നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വടകരയിൽ അധ്യാപകമാർ ഉൾപ്പെട്ട MDMA ലഹരി മരുന്ന് കേസിൽ കൂടുതൽ കണ്ണികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പോലീസ്. കേസിൽ അറസ്റ്റിലായ പ്രതികളായ മരുതോങ്കര സ്വദേശി KC കീർത്തന, കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് ഉടൻ കോടതിയെ സമീപിക്കും. തുടർന്ന് ഇരുവരും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ കൂടുതൽ അധ്യാപകർക്കോ വൻകിട ലഹരി സംഘങ്ങൾക്കോ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് സമാന്തരമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിനിടെ കേസിൽ അറസ്റ്റിലായ താൽക്കാലിക അധ്യാപിക കാവ്യയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് ഇന്ന് പുറത്തുവരും. പേരാമ്പ്ര ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രത്തിലെ സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ സമഗ്ര ശിക്ഷ കേരള കഴിഞ്ഞ ദിവസം തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വിരുദ്ധ സ്പെഷ്യൽ ഡ്രൈവിലാണ് നാടിനെ ആകെ ഞെട്ടിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപികമാരാണ് ഹൈടെക് ലഹരി ശൃംഖലയുടെ പ്രധാന ഇടനിലക്കാരിയായി പ്രവർത്തിച്ചത്. ലഹരി ആവശ്യപ്പെടുന്നവരിൽ നിന്ന് QR കോഡ് വഴി സ്വന്തം അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുകയായിരുന്നു ഇവരുടെ രീതി. പണം ലഭിച്ച ലഹരി മരുന്ന് ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തിന്റെ GPS ലൊക്കേഷൻ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കും. ഈ സ്ഥലത്തെത്തുമ്പോൾ സംഘത്തിലെ മറ്റൊരാൾ ലഹരി കൈമാറുന്നതായിരുന്നു രീതി. കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന വൻതുക പോലീസിന്റെ സംശയം ഒഴിവാക്കാനായി സുഹൃത്തായ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. MA സൈക്കോളജി ബിരുദധാരിയായ കാവ്യ നിലവിൽ ചെറുവള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത്. 2 വർഷം മുൻപ് അപകടത്തിൽ പരിക്കേറ്റ കാവ്യയുടെ ചികിത്സയ്ക്കായി മറ്റ് അധ്യാപകർ പിരിവെടുത്ത് പണം നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ കാവ്യ പുതിയ ആഡംബര കാർ വാങ്ങിയത് സഹപ്രവർത്തകരിൽ സംശയം ഉണ്ടാക്കിയിരുന്നു. വിദേശത്തുള്ള സഹോദരന്റെ വാഹനമാണിതെന്നായിരുന്നു കാവ്യ നൽകിയ വിശദീകരണം. 2 ആഴ്ച മുമ്പ് വടകര പോലീസ് 2 ഗ്രാം MDMA-യുമായി സഫ്വാൻ, റിസ്വാൻ എന്നിവരെ പിടികൂടിയതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോഴാണ് കീർത്തനയുടെയും കാവ്യയുടെയും അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയതായി പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് ജൂലൈ 11-ന് കീർത്തന പിടിയിലാവുകയായിരുന്നു. കീർത്തനയെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് കാവ്യയുടെ പങ്കും പുറത്തുവരുന്നത്. അധ്യാപിക പരിശീലനങ്ങളും ബോധവൽക്കരണ ശില്പശാലകളും നയിക്കേണ്ട BRC അധ്യാപികമാർ തന്നെ ലഹരി മാഫിയയുടെ പ്രധാന പങ്കാളികളായത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടുത്ത നാണക്കേടായിട്ടുണ്ട്. അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുത്തവരെയും ലഹരി നേരിട്ട് കൈമാറിയിരുന്ന ഏജന്റുമാരെയും കണ്ടെത്താൻ പ്രതികളെ ചോദ്യം ചെയ്യുന്നതോടെ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം.